വേഗം കേറും മമ്മി വണ്ടിയിലെ. അല്ല ടീയക്കുട്ടി, നിന്റെ കയ്യിൽ എന്തിനാണ് ഈ കീറിയ സ്റ്റാർ? ഇതിവിടെ ഇരുന്ന പഴയതല്ലേ, അതും എടുത്തോണ്ട് നീ എങ്ങോട്ടാ പോകുന്നേ? മമ്മിയല്ലേ പറഞ്ഞത് കാത്തൂന്റെ വീട്ടിൽ പോകുന്നുണ്ടെന്ന്. നമുക്ക് കാത്തൂന് കീറിയ സ്റ്റാർ കൊടുക്കണം. അവളുടെ അമ്മ ഇവിടെ ഇരിക്കണ പുതിയ സ്റ്റാറൊക്കെ ചോദിച്ചില്ലേ, അതിനുള്ള ശിക്ഷയായിട്ട് നമുക്ക് ഈ കീറിയ സ്റ്റാർ കൊടുത്ത് അവരെ കളിയാക്കണം മമ്മി. അതിനാണോ നീ പൊട്ട സ്റ്റാർ എടുത്തത്? നന്നായി ടീയക്കുട്ടി, അങ്ങനെ തന്നെ വേണം. ഇത്രയും വലിയ നമ്മളുടെ വീട്ടിലെ പണക്കാരായ നമ്മളോട് പുതിയ സ്റ്റാർ ചോദിച്ചിരിക്കുന്നു ആ കാത്തൂന്റെ അമ്മ. അവരുടെ അഹങ്കാരം നോക്കണേ. അവർക്ക് ഈ കീറിയ പഴയ സ്റ്റാർ നമുക്ക് കൊടുക്കാം, അത് തൂക്കിയാൽ മതി അവര്. മമ്മി, നീതുവിന്റെ നിത്യയുടെ വീട്ടിൽ എപ്പോഴാ പോകുന്നേ? അവരുടെ ഡെക്കറേഷൻ എന്തായാലും നോക്കണ്ടേ? നമ്മളേലും നന്നായിട്ടാണ് അവർ ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മമ്മി? നമ്മളേലും നന്നായിട്ട് ഒരിക്കലും ആർക്കും ചെയ്യാൻ കഴിയില്ല ടീയക്കുട്ടി. നമുക്കാദ്യം കാത്തൂൻ്റെ വീട്ടിൽ പോയി കീറിയ സ്റ്റാർ കൊടുക്കാം. വലിയ സ്റ്റാർ ചോദിച്ചതിൻ്റെ ശിക്ഷ അവർക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നീതു നിത്യയുടെ വീട്ടിൽ പോയാൽ മതി. അവരുടെ ഡെക്കറേഷൻ ഒന്ന് കാണണം. ആ പൊട്ട ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം, എന്നിട്ട് എനിക്കൊന്ന് ചിരിക്കണം. അതെ മമ്മി, നമുക്കിഷ്ടപ്പെട്ട ക്രിസ്മസ് ട്രീ അല്ലേ അവർ തട്ടിയെടുത്തത്. അപ്പം പിന്നെ അവരുടെ പൊട്ട ഡെക്കറേഷൻ കണ്ട് നമുക്ക് കളിയാക്കണം. ഞാൻ വണ്ടി കയറട്ടെ? കയറി ടീയക്കുട്ടി, എത്രയും വേഗം നമുക്ക് അവിടെ എത്തണം. ഒത്തിരി ഇഷ്ടായി, ഒത്തിരി ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാ ഞങ്ങൾ പൊക്കോട്ടെ? അയ്യോ പോകല്ലേ, എന്റെ അമ്മ ഇപ്പൊ വരും. ജോലി കഴിഞ്ഞ് വരാൻ സമയമായിട്ടുണ്ട്. അമ്മേനെ കണ്ടിട്ട് പോവാം. അയ്യോ മോളെ, അത് വേറൊരു ദിവസം കാണാം, ഇപ്പൊ തന്നെ വൈകി. ഞങ്ങൾ പോട്ടെ, വേറെ ദിവസം വരാട്ടോ. പ്ലീസ് അങ്കിൾ, എന്റെ അമ്മ ഇപ്പൊ വരും. അമ്മ വരുമ്പോ ഇതൊക്കെ കാണുമ്പോ സന്തോഷമാകും. അങ്കിളിനും ആ സന്തോഷം നേരിട്ട് കാണാലോ. ശരി അച്ഛാ, നമുക്കൊരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഉടനെ വരുമെന്നല്ലേ ആ കുട്ടി പറയുന്നേ? എന്നാ പിന്നെ നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാല്ലേ? അമ്മേനെ കാണുന്നില്ലല്ലോ. എന്താണ് ഇത് മോളെ, നല്ല ആലോചനയിലാണല്ലോ. ഞാൻ ടീയക്കുട്ടിയുടെ വീടിനെ പറ്റി ആലോചിച്ചതാണ് അച്ഛാ. എന്തായെന്നാവോ, ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞോന്നാവോ? അതെന്തിനാ മോളെ നമ്മൾ അന്വേഷിക്കുന്നത്? നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ, അത് മതി. അതല്ല അച്ഛാ, നമ്മളേലും വലിയ ക്രിസ്മസ് ട്രീ വാങ്ങുന്ന മത്സരിച്ചിട്ടല്ലേ പോയത്. അപ്പൊ പിന്നെ അതെന്തായെന്നറിയേണ്ട ഒരു ആകാംക്ഷ. അതൊന്നും വേണ്ട. അമ്മേ, മക്കളെ, എന്താ അമ്മേ, എന്ത് പറ്റി? മക്കളെ, അമ്മേനോട് ക്ഷമിക്കും മക്കളെ. അമ്മ ഒത്തിരി ശ്രമിച്ചു. ഇത്തവണയെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ പുൽക്കൂടെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ. പക്ഷെ കഴിഞ്ഞില്ല. ആ മാഡം പൈസ തന്നില്ല. അവരുടെ വീട്ടിൽ പഴയത് ഒത്തിരി ഉണ്ട്. അതമ്മ ചോദിച്ചിട്ടും കിട്ടിയില്ല. പാവം എൻ്റെ മക്കള്, അതും പ്രതീക്ഷിച്ചിരിക്കുവാണല്ലേ. അമ്മ സങ്കടപ്പെടല്ലേ, നമ്മുടെ വീട്ടിലോട്ട് നോക്കിക്കേ. അതെ അമ്മേ, അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ നമ്മുടെ വീട്ടിലോട്ട് നോക്ക്. ഇതെന്താ? അയ്യോ, ആരാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഇതിപ്പോ ഒത്തിരി ഡെക്കറേഷൻ ഉണ്ടല്ലോ. ഈ ട്രീ ഇതൊക്കെ ആരാ? ഈ നിൽക്കുന്ന കുട്ടികളും ഇവരുടെ അച്ഛനും ആണോ ചെയ്തേ? അതേമേ, ഈ അച്ഛനും മക്കളും ഈ വീടെല്ലാം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത്. എനിക്കൊന്നും മനസ്സിലാവണില്ല മോളെ, ഇവരെന്തിനാ നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യണേ? ഇവർക്ക് എങ്ങനെ നമ്മളെ അറിയാം? അയ്യോ അമ്മേ, ഞാൻ പറയട്ടെ, ഈ അങ്കിളാ എനിക്ക് ക്രിസ്മസിന് ഉടുപ്പ് വാങ്ങി തന്നത്. അന്ന് ഞാൻ പറഞ്ഞില്ലേ കടയിൽ ചെന്നപ്പോ കാശ് തികഞ്ഞില്ലാന്ന്. ഈ അങ്കിളിന്റെ മക്കളാ എനിക്ക് ഉടുപ്പ് തന്നെ. അവര് ദേ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ. ആ കുട്ടികളാണോ ഇത്? ഒത്തിരി നന്ദിയുണ്ട് മക്കളെ. ഉടുപ്പ് വാങ്ങാൻ പൈസ തികയാതെ എന്റെ മോളെ കടയിൽ നിന്നപ്പോ രക്ഷിക്കാമെന്നത് മോളാണെന്ന് അവൾ എന്നോട് എപ്പോഴും പറയാറുണ്ട്. നിങ്ങളിങ്ങനെ നേരിട്ട് വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഞങ്ങൾ ക്രിസ്മസിന് വീട് ഡെക്കറേറ്റ് ചെയ്തപ്പോ കുട്ടികൾക്കൊരു ആഗ്രഹം നിങ്ങളുടെ വീട് കൂടി ഡെക്കറേറ്റ് ചെയ്യണമെന്ന്, അതുകൊണ്ട് വന്നതാ. എന്തായാലും ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാ, അപ്പോഴേ അമ്മ വരട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതാ. കണ്ടതിൽ സന്തോഷം, ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ സാറേ, വീട്ടിൽ കേറിയിട്ട് പോകാം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുവാ. ഒത്തിരി നന്ദിയുണ്ട് സാറേ. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷന്റെ ഒത്തിരി സാധനങ്ങൾ ബാക്കി വന്നു. ഞാൻ ഒരുപാട് തവണ അവരോട് ചോദിച്ചു ഒരു ബലൂൺ എങ്കിലും തരുമോന്ന്. പക്ഷെ അവർ തന്നില്ല. പക്ഷെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്തായി കാണുന്നത്? എനിക്ക് വയ്യ. മക്കളോട് ഒത്തിരി നന്ദിയുണ്ട്. വിഷമിക്കണ്ട ആന്റി, ഞങ്ങളെന്നാ പോകാൻ ഇറങ്ങുവാട്ടോ. അയ്യോ മാഡം, മാഡം എന്താ എന്റെ വീട്ടില്? ഞാൻ പോകുന്നതിന്റെ പുറകെ മാഡവും പോകുന്നു. വരൂ മാഡം. നോക്കച്ചാ, ആ ടീയക്കുട്ടി അവളുടെ അമ്മയും ഇവരുടെ വീട്ടിലാണോ ഈ കാത്തൂന്റെ അമ്മ ജോലിക്ക് നിൽക്കുന്നത്? അറിയില്ല മോളെ, നമുക്ക് നോക്കാം. ഞാൻ നിന്റെ വീട്ടിലേക്ക് കയറാനൊന്നും വന്നതല്ല. നീ ക്രിസ്മസ് ഡെക്കറേഷൻ ഒത്തിരി എരന്നില്ലേ? അങ്ങനെ എരന്നപ്പോ ഒന്നും തരാതെ വിടണ്ടാന്ന് തോന്നി. അതുകൊണ്ട് നിനക്ക് തരാൻ വേണ്ടി ഞാനൊരു സ്റ്റാർ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാറോ? അതെ, സ്റ്റാർ. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഉപയോഗിച്ചതാ. സൈഡെല്ലാം കീറിപ്പോയി. നിങ്ങളുടെ വീട്ടിന് ഇത് മതി.
അത് പറയാൻ നീ ആരടി കുണിക്ക് വായ അടച്ചു വെക്കുക. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ചെയ്യും. നാണല്ലോ മാഡം ഇവരെ ഇങ്ങനെ വന്ന് അപമാനിക്കാനായിട്ട്. നിങ്ങളുടെ വീട്ടിൽ എത്ര വലിയ സ്റ്റാറും ഡെക്കറേഷനാണ് ഉള്ളത്, എന്നിട്ട് കീറിയ സ്റ്റാറാണ് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കണേ. കീറിയ സ്റ്റാർ കൊടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. കീറിയ സ്റ്റാർ തൂക്കാനുള്ള യോഗ്യതയെ ഇവക്കുള്ളൂ. ഇവള് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാ. നോക്ക് മമ്മി, ഇവരുടെ വീട്ടിലെ ഡെക്കറേഷൻ നോക്ക്. ഇവരെത്ര നന്നായിട്ട് ചെയ്തേക്കണേ. കള്ളി, എവിടെ നിന്ന് കിട്ടിയടി നിനക്ക് ഈ ഡെക്കറേഷനൊക്കെ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബാക്കി വന്നത് നീ മോഷ്ടിച്ചതാണോ അതോ പൈസ മോഷ്ടിച്ച് വാങ്ങിയതാണോ? അനാവശ്യം പറയരുത് നിങ്ങള്. ഈ ഡെക്കറേഷൻ എല്ലാമേ എന്റെ മക്കൾ ഇവർക്ക് കൊണ്ടുവന്ന് കൊടുത്തതാ. ഇതെല്ലാം തൂക്കാനായിട്ട് ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്തു, അല്ലാതെ ഇവരാരുടെയും മോഷ്ടിച്ചതല്ല. ഞങ്ങൾ മോഷ്ടിച്ചതല്ല മാഡം, ഇവര് കൊണ്ടുവന്ന് തന്നതാ. ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പൊ കാണുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും മാഡം എത്തി. മമ്മി ഇത് കണ്ടോ? ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാ മാഡം, അപ്പോഴാണ് നിങ്ങൾ വന്നത്. ഓ, എന്നാൽ ഈ കാഴ്ച കാണാൻ പറ്റി. ഇത്രയും വലിയ കാശുള്ളവര് വെറും ഒരു കീറിയ സ്റ്റാർ ആണല്ലോ ഈ പാവങ്ങൾക്ക് കൊടുക്കണേ. മോശം. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട കേട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു കാത്തൂന്റെ അമ്മേ. ഇപ്പൊ തന്നെ ഒത്തിരി വൈകി. ഇനി ഈ മാഡത്തിനോടും ഇടവത്തിനോടൊന്നും സംസാരിച്ച് നിൽക്കാൻ തീരെ സമയമില്ല. ശരി മക്കളെ. നീ എന്താടി ആളെ കൂട്ടി എന്നെ അപമാനിക്കുവാണോ? ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത് മാഡം. മാഡം ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഞാൻ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ ജോലിക്ക് പോയി വന്നപ്പോ ആ കുട്ടികൾ അവരുടെ അച്ഛനും കൂടി ചെയ്തതായി വീട് ഇങ്ങനെയെല്ലാം. എനിക്കിതിലൊരു പങ്കുമില്ല. ശരി, തൽക്കാലം ഞാൻ പോകുന്നു. നീ നാളെ ജോലിക്ക് വാ, നിനക്കിട്ടുള്ള പണി ഞാൻ തരാം. മാഡം അകത്ത് കയറുന്നില്ലേ? അയ്യോ, കയറാൻ പറ്റിയൊരു വീട്. ഞാൻ പോകുന്നു. അയ്യോ, എന്ത് സാധന അമ്മയാ മാഡവും മോളും. ഷോ, ഇങ്ങനെയുണ്ടോ? എന്തൊരു ദുഷ്ടത്തരാ. കീറിയ സ്റ്റാർ നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കുന്നു. അങ്ങനെയൊന്നും പറയല്ലേ കാത്തു. നമുക്ക് അവളല്ലേ അവരല്ലേ അന്നം തരുന്നത്. അവിടെ ജോലി തന്നുകൊണ്ടല്ലേ നമ്മൾ കഴിയുന്നേ. നമ്മളുടെ മുതലാളികളെയൊന്നും അങ്ങനെ പറയാൻ പാടില്ല. അവരെങ്ങനെ പറഞ്ഞാലും എനിക്ക് അവിടെ പോണം. വേറെ നിവർത്തിയില്ലല്ലോ മോളെ. എന്നാലും സാരമില്ല, നാളെ ചെല്ലുമ്പോ മാഡം വഴക്ക് പറയുമായിരിക്കും. അതൊന്നും നമുക്ക് കുഴപ്പമില്ല. എന്റെ മക്കളുടെ സന്തോഷത്തിന് ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ വീട്ടിൽ വന്നില്ലേ, അമ്മക്ക് അത് മതി.